കൊച്ചിയുടെ മനസ്സ് ആർക്കൊപ്പം? കേവലം 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രം നേരിട്ട മണ്ഡലമാണ് കൊച്ചി. 2011 രൂപീകരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലം. നേരത്തെ ഇത് മട്ടാഞ്ചേരി പള്ളുരുത്തി മണ്ഡലമായിരുന്നു. കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയുടെ 1 മുതൽ 10 വരെയും 19 മുതൽ 25 വരെയും വാർഡുകളും കുമ്പളങ്ങി പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലമാണ് കൊച്ചി. നഗരത്തിലെ ചെറിയ പ്രദേശമായി തോന്നുമെങ്കിലും കൃത്യമായ നിലപാടിലും വികസനത്തിലും രാഷ്ട്രീയ ഗതികളിലും ഇടപെടുന്നവരാണ് കൊച്ചിയിലെ വോട്ടർമാർ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഡൊമിനിക് പ്രസന്റേഷൻ വിജയം നേടിയതും പിന്നീട് 2016 2021 അടുപ്പിച്ച് KJ മാക്സിയെ വിജയിപ്പിച്ചതും ഇവിടെ വ്യക്തമായ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കോ ആശയപരമായ സ്ഥിരതയ്ക്കോ അവസരങ്ങൾ കുറവാണെന്നുള്ള തെളിവാണ്. 1980 മട്ടാഞ്ചേരി മണ്ഡലമായിരുന്നതിനാൽ പിന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു പോന്നിരുന്നത്. എങ്കിലും ക്രിസ്ത്യൻ വോട്ടുകളും ഇവിടെ നിർണായകമായി മാറുന്ന ഘടകമാണ്. 1957 ആദ്യ തെരഞ്ഞെടുപ്പ് മുതലാണ് ഇപ്പോഴത്തെ കൊച്ചിയായ പഴയ മട്ടാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ആദ്യ പ്രതിനിധിയായി കോൺഗ്രസിലെ KK വിശ്വനാഥൻ വിജയിച്ചെത്തുന്നത്. മണ്ഡലത്തിലെ ആദ്യ കോൺഗ്രസ് MLA ആയ വിശ്വനാഥൻ വീണ്ടും 1960 തുടർന്നു. പിന്നീട് 65 67 MB മുഹമ്മദ് ജാഫർ ഖാൻ വിജയിച്ചെത്തുന്നുണ്ട്. ഇങ്ങനെ മുസ്ലിം ലീഗിന് മണ്ഡലത്തിൽ വേരോട്ടമുണ്ടാകുന്നു. 82 KM ഹംസയിൽ തുടങ്ങി 2001 2006 VK ഇബ്രാഹിം കുഞ്ഞും ലീഗിനെ പ്രതിനിധീകരിച്ച് MLA ആയി. ഇങ്ങനെ തെക്കൻ കേരളത്തിൽ ലീഗിന് മുന്നേറ്റമുള്ള മണ്ഡലമെന്നായിരുന്നു ഖ്യാതി. പള്ളുരുത്തി മണ്ഡലത്തിൽ നിന്നും 96 2001 വിജയിച്ച ഡൊമിനിക് പ്രസന്റേഷൻ പിന്നീട് പുനർരൂപീകരണം ചെയ്ത കൊച്ചിയിൽ കോൺഗ്രസ് MLA ആയി 2011 വിജയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കവും പോസ്റ്റർ വിവാദവും വാർത്തകളിൽ ഇടം പിടിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊച്ചി. കോൺഗ്രസിൽ തർക്കമില്ലെന്ന പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നതിനിടെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ കൊച്ചി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി ദീപ്തി മേരി വർഗീസിന്റെ പേരിൽ പോസ്റ്റർ പ്രിന്റ് ചെയ്തതും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ കന്നിയംഗത്തിൽ കൊച്ചി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് UDF കരുതുന്നത്. അതേസമയം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കൈവരിച്ച വിജയം KJ മാക്സിയിലൂടെ വീണ്ടും സാധിക്കുമെന്നാണ് ഇടത് കരുതുന്നത്. മാക്സിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ചില അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ ഉണ്ടായെങ്കിലും അതൊന്നും അത്ര കണ്ട് ഏശാൻ സാധ്യതയില്ല. അതേസമയം മണ്ഡലത്തിലെ എല്ലാ സാമുദായിക ഘടകങ്ങളുമായും ബന്ധമുള്ള മാക്സിക്ക് ഇത്തവണ വിജയസാധ്യത കൂടുതലാണ്. തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ, മാർക്കറ്റ് മേഖലയിലെ വ്യാപാരികൾ, തുറമുഖ ഗതാഗത തൊഴിലാളികൾ തുടങ്ങിയവരുടെ വോട്ടുകൾ പ്രധാനമാണ്. ഭരണമികവ്, ക്ഷേമ പദ്ധതികളുടെ വിതരണം, സ്ഥാനാർത്ഥിയുടെ വിശ്വാസ്യത എന്നിവ പലപ്പോഴും മുൻഗണന നൽകാറുള്ള മണ്ഡലം കൂടിയാണ് കൊച്ചി. 2021 തെരഞ്ഞെടുപ്പിൽ CPM-ലെ KJ മാക്സി 54,632 വോട്ടുകൾ നേടി വിജയിച്ചു. എതിർ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ടോണി ചമ്മണിക്ക് 40,553 വോട്ടുകളിൽ ഒതുങ്ങേണ്ടി വന്നു. അതേസമയം 2020 സ്ഥാനാർത്ഥി ഷൈനി ആന്റണി 19,676 വോട്ടുകളും BJP സ്ഥാനാർത്ഥി CG രാജഗോപാൽ 10,991 വോട്ടുകളും നേടി.